ഓപ്ഷണൽ പേപ്പറായിട്ട് നിങ്ങൾ PSIR ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ അടുത്ത സ്റ്റെപ്പ് ഷിനാസ് സാറിനെ ചൂസ് ചെയ്യുക എന്നുള്ളതാണ്. ഐലേണിൽ ഷിനാസ് സാറിൻ്റെ കീഴിൽ PSIR ബാച്ചിൽ ജോയിൻ ചെയ്തപ്പോൾ എനിക്ക് ശരിക്കും പൊളിറ്റിക്കൽ സയൻസിൽ ഒരു ബാക്ക്ഗ്രൗണ്ടൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ CETയിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പഠിച്ചൊരു വിദ്യാർത്ഥിയാണ്. ആ ഒരു അവസ്ഥയിൽ നിന്നും ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ എനിക്ക് ഇൻ്റർവ്യൂ വരെ എത്താൻ പറ്റിയതിന് ഒരു പ്രധാന കാരണം PSIR ഓപ്ഷണൽ ചൂസ് ചെയ്തതും ഷിനാസ് സാറിൻ്റെ ഗൈഡൻസുമായിരുന്നു. ഷിനാസ് സാറിൻ്റെ ഒരു പ്രത്യേക രീതിയാണ്. അത് എക്സാം ഓറിയൻറ്റഡ് ആണ്. ഒരുപാട് കണ്ടന്റ് വെച്ച് ശ്വാസം മുട്ടിക്കാതെ ഒരു ലിമിറ്റഡ് കണ്ടന്റ്, ഒരു നല്ല കണ്ടന്റ് വെച്ച് എങ്ങനെ നന്നായിട്ട് ആൻസേഴ്സ് എഴുതാം എന്നതാണ് ഷിനാസ് സാറിൻ്റെ ഒരു സ്ട്രാറ്റജി. അപ്പോൾ എല്ലാ മെയിൻസിൻ്റെ സമയത്തും സാർ ഇത് തന്നെയാണ് ഫോളോ ചെയ്യാറ്. PSIRൻ്റെ കാര്യത്തിൽ ഷിനാസ് സാറിനെ ഡിപ്പെൻഡ് ചെയ്യാൻ പേഴ്സണലി എനിക്കൊരു മോട്ടിവേറ്റിംഗ് ഫാക്ടർ ആയിട്ടുള്ളത് സാറിൻ്റെ കൂടെയുള്ളൊരു നല്ല സെറ്റ് ഓഫ് ആൾക്കാരാണ്. മെയിൻസ് എഴുതുന്ന കൺസിസ്റ്റൻ്റ്ലി ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്ന ഒരു സെറ്റ് ഓഫ് ആൾക്കാർ എപ്പോഴും ഷിനാസ് സാറിൻ്റെ കൂടെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അവരുടെ കൂടെ ആൻസേഴ്സ് എഴുതുകയും അത് പിയർ റിവ്യൂ ചെയ്യുന്ന ഒരു പ്രോസസ്സും എല്ലാം ഈ ആൻസർ റൈറ്റിങ്ങിൻ്റെ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യാൻ ശരിക്കും ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു സ്പിൽ ഓവർ എഫക്റ്റ് പലപ്പോഴും GSലും ഹെൽപ്പ് ചെയ്യാറുണ്ട്.